വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വളരെ നിർണായകമായ ഒരു വിധി കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചുമതല ഒരു ജോയിൻറ്റ് സെക്രട്ടറിക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കേരള ഹൈക്കോടതി പുറപ്പെടുകയും ചെയ്തു. അതിനെതിരെ വഖഫ് ബോർഡും മറ്റൊരു പെറ്റീഷണറും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഞാൻ തടസ്സ ഹർജി ഉന്നയിച്ച് ഞാനും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഇന്ന് പത്രസമ്മേളനം നടത്തുന്ന വിവരം എന്ന് പറയുന്നത് ഇതല്ല. അത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പത്രസമ്മേളനത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഇന്നും ഇന്നലെയുമായി കേരളത്തിലെ വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളാണ് മുൻ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ പിണറായി വിജയന്റെയും അതുപോലെ മുസ്ലിം ലീഗിന്റെയും ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയനും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളം പറയുകയാണ്. പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി തന്നെ 2 നോൺ മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താതെ തന്നെ രൂപീകരിച്ചു എന്നതാണ് പച്ചക്കളാണ്. അദ്ദേഹത്തിന് ഈ 2 പേരെ ഉൾപ്പെടുത്താതെ അദ്ദേഹം നോട്ടിഫൈ ചെയ്ത ഗസറ്റാണ്. ഈ ഗസറ്റിൽ വളരെ കൃത്യമായിട്ട് 3ാമത്തെ പേജിൽ, അതിന്റെ കോപ്പി നിങ്ങൾക്ക് തരാം, 3ാമത്തെ പേജിൽ വളരെ കൃത്യമായി പറയുന്നു, the appointment of the remaining 2 members shall be made shortly. നിയമവകുപ്പിന്റെ ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഈ 2 പേരെ നിയമിച്ചുകൊള്ളാമെന്ന് പിണറായി സർക്കാർ പുറത്തിറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോ ഈ 2 പേരെ നിയമിച്ചോളാമെന്ന് തന്നെയല്ലേ പിണറായി പറഞ്ഞത്. ഇനി ഇപ്പോ മുസ്ലിം ലീഗ് ഇന്നലെ അതിനേക്കാൾ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങള് കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം സ്റ്റേറ്റ്മെന്റിൽ ഞങ്ങൾ പറഞ്ഞത് ഇത് പരിശോധിക്കാമെന്നാണ്. കേന്ദ്ര നിയമത്തിനനുസരിച്ചല്ല ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ നിയമസാധ്യതകൾ ഞങ്ങൾ പരിശോധിക്കാമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞതെന്നാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി VM സലാം പറഞ്ഞത്. പക്ഷെ അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ടേക്കിംഗ് നോട്ട് ഓഫ് ഓൾ ദ എബോവ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേറ്റീവ്സ്, ദ ഗവൺമെന്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകൺസ്റ്റിറ്റ്യൂട്ട് ദ ബോർഡ് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 ഓഫ് ദ യുണൈറ്റഡ് വഖഫ് മാനേജ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 1995. അതായത് പരിശോധിക്കാൻ തന്നെ പറഞ്ഞത് ഗവൺമെന്റ് ഈ ബോർഡിനെ സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14. സെക്ഷൻ 14 എന്താണ്? സെക്ഷൻ 14 എന്ന് പറയുന്നത് 11 അംഗങ്ങളെ എങ്ങനെ നിയമിക്കണം എന്നുള്ള വഖഫ് അമെൻഡ്മെന്റ് ആക്ടിലെ ആണ് സെക്ഷൻ 14. അത് കൃത്യമായി ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തോളാം, സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ ആക്ട് എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ, ഒരു GP അല്ല അവിടെ വന്ന് അപ്പിയർ ചെയ്തു. അഡ്വക്കേറ്റ് ജനറൽ അപ്പിയർ ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയും ഈ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗും അറിഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങളുടെ കണ്ണിലുള്ള പൊടിയിലാണ്. പിണറായി വിജയൻ ചെയ്തതാണ്, അത് തന്നെയാണ് ഇപ്പൊ മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനോട് ഒന്നേ പറയാനുള്ളൂ, ഭാരതീയ ജനതാ പാർട്ടിക്ക് മുസ്ലിം ലീഗിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ: ഈ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ അത് അനുസരിക്കാൻ മുസ്ലിം ലീഗും ബാധ്യസ്ഥരാണ്. കേരള സംസ്ഥാനം നിങ്ങൾ ഭരിക്കുന്ന, അല്ല ഇന്ന് നിങ്ങൾ ഭരണ പങ്കാളിത്തമുള്ള സംസ്ഥാനമാണ്. പക്ഷേ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് മുസ്ലിം ലീഗ് മറക്കരുത്. ഭാരതത്തിന്റെ ഭാഗമാണ് കേരളം എന്ന് മുസ്ലിം ലീഗ് മറക്കരുത്. ഇത്തരത്തിൽ രാജ്യത്തിന് നിയമം ഉണ്ടായാൽ ആ നിയമം അനുസരിക്കാൻ മുസ്ലിം ലീഗും പിണറായി വിജയനും ഒക്കെ ബാധ്യത. ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്ത് ഏതൊക്കെ തരത്തിൽ
വർഗീയത വളർത്താവോ അതെല്ലാം ചെയ്യുകയാണ്. എല്ലാവരും ഇതിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട വിഷയം, ചോദിക്കുന്ന ചോദ്യം എന്താണ്? പള്ളി കമ്മിറ്റിയിൽ ഹിന്ദുക്കളെ ഉൾപ്പെടുത്തുമോ? അമ്പല കമ്മിറ്റിയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ? ഈ ചോദ്യത്തിന് BJPക്ക് വൃത്തിയായ ഉത്തരം പറയാറുണ്ട്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് പള്ളി കമ്മിറ്റിയോ അമ്പല കമ്മിറ്റിയോ മുസ്ലിം പള്ളിയുടെ മഹൽ കമ്മിറ്റിയോ അല്ല. ആ കമ്മിറ്റികളുടെ ആ സ്വത്തുക്കൾ, പള്ളിയുടെ സ്വത്തുക്കൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ആണ് പള്ളി കമ്മിറ്റി, അല്ലെങ്കിൽ പാസ്റ്റർ കൗൺസിൽ, അല്ലെങ്കിൽ അമ്പല കമ്മിറ്റി, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ്. പക്ഷേ വഖഫ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിന് മാത്രം സ്വത്തുക്കളല്ല. കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ തലത്തിൽ ഇതര സമുദായങ്ങളുമായിട്ടുള്ള നിരവധി കേസുകൾ, 40% വഖഫ് ബോർഡിലെ കേസുകൾ ഉള്ളത് ഇതര സമുദായങ്ങളുമായിട്ടാണ്. അതിന് ഒന്നാമത്തെ ഉദാഹരണമല്ലേ മുനമ്പം ഇവിടെ കിടക്കുന്നത്, 2 തളിപ്പറമ്പ് കിടക്കുന്നു. ഈ മുനമ്പം വിഷയത്തിൽ തന്നെ ഇത്തരത്തിലൊരു നിലപാട് ഈ വഖഫ് ബോർഡ് സ്വീകരിച്ചപ്പോൾ അതിനകത്ത് 2 ഇതര മതസ്ഥരുണ്ടായിരുന്നെങ്കിൽ ഈ നിലപാടായിരിക്കില്ലായിരുന്നു. അപ്പോ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സർക്കാർ ബോഡി വഖഫ് സ്വത്തുക്കൾ സൂക്ഷിക്കാനുള്ളതാണ്. ശരിയാണ്, ആ വഖഫ് സ്വത്തുക്കൾ മുസ്ലിം സമുദായത്തിന്റെ കൊണ്ടുകൂട്ടിയിട്ടുള്ള സ്വത്തുക്കളാണ്. പക്ഷെ ആ സ്വത്തുക്കളുടെ വിവരങ്ങളും ആ സ്വത്തുക്കളുടെ ക്രിയാവിക്രയങ്ങളും നടക്കുന്ന ഇതര മതസ്ഥരുമായിട്ടുണ്ട്. കേസുകളിൽ 40% ഇതര മതസ്ഥരുമായിട്ടാണ്. അതിന് മുസ്ലിം ലീഗ് പറയുന്നുണ്ട് ഇത് മുസ്ലിം സമുദായത്തിന്റെ അല്ല. ശരിയാണ്, മഹൽ കമ്മിറ്റിയിൽ BJP പറയുന്നു, മഹൽ കമ്മിറ്റിയിൽ BJP പറയുന്നു അവിടെ 2 മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം. തെറ്റാണ്. കാരണം മഹലിന് മാത്രം വിഷയമാണ്. ഒരു പള്ളി കമ്മിറ്റിയിൽ ഹിന്ദുക്കളെ ഉൾപ്പെടുത്തണം, തെറ്റാണ്. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം, ശരിയാണ്. ആ സമുദായത്തിന്റെ മാത്രം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് NSS, SNDP ഒക്കെ ശരിയാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതെല്ലാ വിഭാഗങ്ങളുടെയും സ്വത്ത് കൈകാര്യം ചെയ്തു. ഇപ്പൊ തന്നെ ഈ വിഷയം എന്താ? മുനമ്പത്തെ ഭൂമി ഉമീദ് പോർട്ടലിൽ നിയമവിരുദ്ധമായി ഉൾപ്പെടുത്തി. അപ്പോഴല്ലേ ഇപ്പൊ വഖഫ് ബോർഡിനെതിരെ ഞാൻ കേസ് കൊടുത്തു. അതുകൊണ്ട് കൂടെയാണ് ഇതൊന്ന് മനസ്സിലാക്കാനുള്ള ജനങ്ങൾക്ക്. അത് മുസ്ലിം ലീഗിന് ഒന്നേ പറയാനുള്ളൂ, മുസ്ലിം ലീഗ് ഈ സംസ്ഥാനം നിങ്ങൾ കൂടി ഭരിക്കുന്ന ഈ സംസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭാഗമാണ് നിങ്ങൾ മറക്കരുത്. മാത്രമല്ല BJP എടുക്കുന്ന നിലപാടുകളെ വർഗീയവൽക്കരിച്ച് സമുദായത്തിനുള്ളിൽ തെറ്റിദ്ധാരണ വരുത്തി സമുദായത്തിൽ പ്രീതി നേടാൻ അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഈ രാജ്യത്ത് വർഗീയത വളർത്താൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത്. തെറ്റാണ്, അത് ഗുരുതരമായ തെറ്റാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ ഈ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ അത് കേരളം മാത്രമല്ല ഏത് സംസ്ഥാനത്താണെങ്കിലും അത് നടപ്പിലാക്കിയോട്ടു നോക്കൂ. അത് രാഷ്ട്രീയപരമായും നിയമപരമായും അതിനെ നേരിടും എന്ന് ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കും. പിന്നെ ഇത് ചെയ്യുന്നതല്ലേ, ഞാൻ കോട്ടി തരാറുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രി അറിയാമോ? മുഖ്യമന്ത്രി അഭിപ്രായം ചോദിക്കും. മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് എന്താ പറയാനുള്ളത്? ഇത് മുഖ്യമന്ത്രി അറിയാതെയാണോ അഡ്വക്കേറ്റ് ജനറൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ഇത്ര ഗൗരവപ്പെട്ട വിഷയത്തിൽ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു? ആ വകുപ്പ് മന്ത്രിയുടെ മുസ്ലിം ലീഗിന്റെ വകുപ്പ് മന്ത്രിയുടെ അയാൾ അറിഞ്ഞിട്ടില്ലേ? അപ്പൊ ഇത് ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടുക, ഇതിനെ BJP എതിർക്കുന്നതായിട്ട് സമുദായത്തിനുള്ളിൽ പ്രതീതി വളർത്തുക, എന്നിട്ട് ഇവിടെ ഒരു വർഗീയ, യഥാർത്ഥത്തിൽ ഈ വർഗീയത കൊണ്ട് ജീവിക്കുന്നവരല്ലേ ഇവർ, എന്നിട്ട് BJP വർഗീയ പാർട്ടി ബോറ സമുദായത്തിന് വേണ്ടി, അതുപോലെ ഷിയ സമുദായത്തിന് ഇവരാരും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബോറ സമുദായത്തിന് ഏറ്റവും അധികം സേവനങ്ങൾ ചെയ്യുന്നത് എന്തിന്? മുത്തലാഖ് നിരോധനം കൊണ്ടുവന്ന് പ്രാകൃതമായ നിയമത്തിനെതിരെ നിയമം കൊണ്ടുവന്ന് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സഹോദരികൾക്ക് വേണ്ടി ആ നിയമനിർമ്മാണം നടത്താൻ 60 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് കഴിഞ്ഞോ? BJPക്കല്ല ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ BJP മുസ്ലിം വിരുദ്ധം ഇത് സ്ഥാപിച്ച് വോട്ട് പിടിച്ചെടുക്കാനുള്ള നാണക്കെട്ട ശ്രമമാണ് മുസ്ലിം ലീഗും CPM-ഉം നടത്തുന്നത്. കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് കോൺഗ്രസ് അഭിപ്രായം പറയാൻ ബാക്കി പറയും. തീർച്ചയായിട്ടും ആണല്ലോ, തീർച്ചയായിട്ടും. അതിനകത്ത് ഇപ്പൊ ഞാൻ പറയട്ടെ, മുനമ്പം ഭൂമിയിൽ ഒരു മുസ്ലിം സഹോദരൻ പോലും ഇല്ല. ക്രിസ്ത്യാനി മാത്രമല്ല, അവിടെ ഈഴവരുണ്ട്, ദീപരുണ്ട്, പട്ടികജാതിക്കാരുണ്ട്, 610 കുടുംബങ്ങളുണ്ട്. അവരുടെ വിഷയം പറയാൻ ആരാണുള്ളത്? സമുദായം മാത്രമായിട്ടൊന്ന് ഒരു സൈഡിൽ നിന്നാൽ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ വേണ്ടി. മാത്രമല്ല ഇപ്പൊ പള്ളി കമ്മിറ്റിയാണ്, പള്ളി കമ്മിറ്റിയിൽ പള്ളിയുടെ ഭക്തിപരമായ കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പൊ പാലാ അരമനയുടെ പാസ്റ്റർ കൗൺസിലിൽ ഇതര സമുദായക്കാരെ കെട്ടിയിരുത്തണമെന്ന് പറയാൻ പറ്റും? ഇല്ല.
അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ വസ്തുക്കളല്ലാതെ അയലോക്കത്തുള്ള മുഹമ്മദിന്റെയോ ഇപ്പുറത്തുള്ള ജോസഫിന്റെയോ ഭൂമി ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ വഖഫ് ബോർഡ് മുൻപ് ഭൂമി കൈകാര്യം ചെയ്യുന്നുണ്ട്, തളിപ്പറമ്പിലെ ഭൂമി കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്ന ഭൂമി വഖഫ് ബോർഡ് കൈവച്ചിട്ടുണ്ട്. ഡൽഹി മാത്രം 164 സർക്കാർ ഭൂമികൾ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പം വഖഫ് ബോർഡിനെയും ഒരു സമുദായത്തിന്റെ സ്ഥാപനങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ഇത് വർഗീയത വളർത്താൻ വേണ്ടി മുസ്ലിം സമുദായത്തിനിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് BJPക്കെതിരെ വർഗീയത വളർത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിക്കുന്നതാണ്. ഇത് കേട്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായി പോയത്. അല്ല, പിന്നെ എന്തിനാണ് ജനങ്ങളുടെ മുമ്പിൽ ഈ കാവട്ടി കളിക്കുന്നത്? അല്ല, അവര് കാണുന്നതല്ല, അവരാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ നടക്കും. അത് നിയമമാണ്. ആ നിയമത്തെ അനുസരിക്കാൻ ഇവരെന്തിനാണ് ഒളിച്ചു കളിക്കുന്നത്? ഇവർക്ക് എപ്പോഴാണ് രാജ്യത്തൊരു നിയമമുണ്ട്, അതിന് വിരുദ്ധമായി എന്തെങ്കിലും നടക്കുമോ? കോടതിയുടെ അല്ല, തയ്യാറാണെങ്കിൽ ഞാൻ എന്റെ ഇത് ചെയ്യാമേ. പിന്നെ എന്തിനാ അഭിമുഖം വക്കപ്പോട്? അല്ല, പറഞ്ഞു തയ്യാറാണെന്ന് പറയണം. ഇപ്പൊ പറഞ്ഞ അങ്ങനെയല്ലോ. മുസ്ലിം ലീഗിന് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് എന്താ പറഞ്ഞത്? നിങ്ങൾ തയ്യാറല്ല, നിങ്ങൾ പരിശോധിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് അംഗീകരിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഹൈക്കോടതി വിധി, ഈ സുഹൃത്തെ ഹൈക്കോടതി വിധി ഞാൻ സന്തുഷ്ടനാണ്. എന്നാ സംശയം? വ്യവഹാരി അല്ല, ഏത് ചാനല വ്യവഹാരി എന്ന് വിളിച്ചോണ്ട് ചോദിച്ചാൽ അല്ല, നിങ്ങൾക്ക് നോക്കുന്ന ഏതൊക്കെ വ്യവഹാരം ഞാൻ നടത്തുന്നത് അറിയാമെന്ന് ചോദിച്ചാൽ ഏത് ചാനലാണ് പറയാം. അല്ല, ആ വ്യവഹാരം എന്നുള്ള വാക്ക് നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത വ്യവഹാരങ്ങൾ ഒന്ന് പിണറായി വിജയനെതിരാണ്, 1. 2 വഖഫിനെതിരാണ്. ഇത് 2 നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചാനലാണെന്ന് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. വേറെ ആൾക്കാരും വേദനിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത വ്യവഹാരങ്ങൾ എന്നെ കോടതി എപ്പോഴെങ്കിലും വ്യവഹാരം എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ഥിരം നിത്യ വ്യവഹാരം എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കൊടുത്ത ബസ്സുകളൊക്കെ കൊള്ളണമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആ വേദനിക്കുന്നു. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞോ ആ ചോദ്യം വ്യവഹാരം വിളിച്ചു. അല്ല അല്ല പറഞ്ഞപ്പോ അർത്ഥം മനസ്സിലായി. വേറെ ചോദ്യം അത് കേന്ദ്രം വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് ഇവിടെ നടത്തുന്ന രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് നിയമം കൊണ്ടുവന്നു, അതിനകത്ത് ആളെ ഉൾക്കൊള്ളിച്ചു എന്നൊക്കെ ഉള്ളത് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണങ്ങളുടെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ആ കോടതികൾക്ക് അധികാരമില്ലായ്മ സുഹൃത്തെ ഈ അമൻമെന്റ് ആക്കി വരുന്നവർ വരെ അമൻമെന്റ് വരുന്നവർ വരെ കോടതിക്ക് അധികാരമില്ലായിരുന്നു. വക്കപ്പോൾ മാത്രം തീരുമാനിച്ചാൽ മതി. സെക്ഷൻ 46 ഒന്ന് പഠിച്ചാൽ മതി. അല്ല, അവർ പറഞ്ഞെന്താ പരിശോധിക്കുന്നു. പക്ഷെ അവിടെ ഗവൺമെന്റ് വെച്ചേക്കുന്നത് സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. അതിന് മുസ്ലിം ലീഗ് പറഞ്ഞതാണോ അഭിപ്രായം, സർക്കാർ കോടതി പറഞ്ഞതാണോ സർക്കാരിന്റെ അഭിപ്രായം? അതാണ് ചെയ്യുമ്പോൾ ചോദ്യം. ഞാൻ പറഞ്ഞത് തെറ്റാണ്. മുസ്ലിം ലീഗ് PMS എല്ലാം പറഞ്ഞതാണോ കോടതി സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണോ? എന്താണ് സർക്കാരിന്റെ അഭിപ്രായം? മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്, ഒരു നിയമം നടപ്പിലാക്കിയാൽ ആ നിയമം നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ഈ ബോർഡ് കേരളത്തിലുണ്ടാവും. അത് സുപ്രീം കോടതിയിൽ അത് കൃത്യമായി തന്നെ അല്ല, എല്ലാ കാലത്തും ഈ ഇരട്ടത്താപ്പും കബളിപ്പിയും ഈ പ്രീണന നയങ്ങളും ഒന്ന് സ്ഥായിയായി നിലനിൽക്കില്ല. എന്നേലൊക്കെ പൊളിഞ്ഞു വീഴും. അത് ആ പൊളിഞ്ഞു വീഴുന്ന ഒന്നാമത്തെ കാര്യമാണ്. CPM-ന്റെ നിലപാടുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വിൽ ബി അപ്പോയിന്റഡ് സൂൺ. ഈ പറഞ്ഞ ഇന്നലെ വലിയ ആവശ്യം പറഞ്ഞ പിണറായി വിജയന്റെ ഗസറ്റാണ്. ആ ഗസറ്റിൽ അപ്പോയിന്റ്മെന്റ് ഓഫ് ദ റിമൈനിങ് 2 members ഷാൽ ബി മെയ്ഡ് ഷോർട്ട്ലി. ഇന്റൻഷൻ എന്താണോ ഞങ്ങൾ ചെയ്യില്ലെന്നല്ല, സൂൺ.
അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് കള്ളല്ലേ? പിണറായി വിജയൻ എന്തിനും നല്ലത് പറഞ്ഞേ? അതും ഒരു പ്രീണനത്തിന്റെ ഭാഗമല്ലേ? ഇത് ഇവിടെയുള്ള മുസ്ലിം സമുദായം മനസ്സിലാക്കാം. ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ, ഈ രാജ്യത്ത് വർഗീയത വളർത്താൻ, ഇവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി BJP വിളിച്ചത് പ്രചരിപ്പിക്കുന്നു. ഇതുകൊണ്ട് ഞാൻ കാര്യമില്ല. പൗരത്വ ഭേദഗതി നിയമം വന്നു. എന്താ ഇവിടെ നടന്ന പ്രചരണം? ഞാൻ ഇവിടെ അത് വിശ്വസിച്ചതാണ്. എന്താ പ്രചരണം? ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ രാജ്യത്തിന് പുറത്താക്കാൻ വേണ്ടി BJP കൊണ്ടുവരുന്ന നിയമമാണ്. ഒരാളെ ഇന്ത്യ മഹാരാജ്യത്ത് 17 കോടി മുസ്ലിം സഹോദരങ്ങളുണ്ട്. 17 കോടി. ഒരാളെ ഈ നിയമത്തിന് പുറത്ത് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി. ഇവിടെ നടന്ന പ്രചരണം എങ്ങനെ? ഇവിടെ നടന്ന് എത്രയിടത്ത് മോദിജിയുടെ കൊല കത്തിച്ചു, എത്രയിടത്ത് പ്രക്ഷോഭങ്ങളുണ്ടായി, എത്രയിടത്ത് സംഘർഷങ്ങളുണ്ടായി. ഇതിനെയൊക്കെ മുസ്ലിം സമുദായം തിരിച്ചറിയുന്ന കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. അതേ നമുക്ക് പറയാം. ഈ രണ്ടുപേരുടെ എഴുത്താപ്പ് ഇതിനും വ്യക്തമായിട്ട് മനസ്സിലാക്കാനില്ല. പിണറായി വിജയന്റെ മുസ്ലിം ലീഗിന്റെ രണ്ട് മനസ്സിലായില്ല. ഈ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം നിങ്ങൾ ചോദിച്ചു. പുള്ളിയും ഇതിനകത്ത് ഒളിച്ചു കിട്ടി. എന്താ അഭിപ്രായം പറഞ്ഞാൽ നിലപാട് വേണ്ടേ? നിലപാടുകൾ രാജകുമാരല്ലേ? ഞങ്ങള് തരില്ല പറഞ്ഞത്. അനുവദിച്ചാലേ ഞങ്ങൾ തരും. അല്ല, ഈ ഇലക്ഷൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കഴിയുമ്പോഴേ അധികാരത്തിൽ വരുമ്പോൾ അത്ര എളുപ്പമല്ലല്ലോ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.